നമസ്കാരം. പ്രധാന വാർത്തകൾ. വിവാദ പ്രസ്താവനയിൽ അടൂർ ഗോപാലകൃഷ്ണനെ പിന്തുണച്ച് മുകേഷ് MLA. കൊടിസുനി ഉൾപ്പെടെ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ കൈവിലങ്ങ് വയ്ക്കാനും എസ്കോർട്ടിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും തീരുമാനം. ആലപ്പുഴയിൽ നിർമ്മാണത്തിനിടയിൽ പാലത്തിന്റെ സ്പാൻ ഇളകി വീണു ഒരു മരണം, ഒരാളെ കാണാതായി. ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ശാസിച്ച് സുപ്രീം കോടതി. വാർത്തകൾ വിശദമായി. ഒമാനിൽ വാഹനാപകടം. UAE മുൻ സൈനികൻ മരിച്ചു. ഒമാനിലെ ഹൈമ റോഡിലുണ്ടായ വാഹനാപകടത്തിൽ UAE മുൻ സൈനികൻ മുഹമ്മദ് ഫറജ് അന്തരിച്ചു. 70 വയസ്സായിരുന്നു. സലാലയിലേക്കുള്ള യാത്രാമധ്യേ ഇദ്ദേഹം സഞ്ചരിച്ച കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന്റെ പത്രികകൾ തള്ളി. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുത്ത സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളി. പ്രസിഡന്റ്, ട്രഷറർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എന്നീ സ്ഥാനങ്ങളിലേക്കായിരുന്നു സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചിരുന്നത്. പത്രിക തള്ളിയതിനെ ചൊല്ലി ഭരണാധികാരിയും സാന്ദ്രയും തമ്മിൽ വാക്കേറ്റം നടന്നു. അൽ-അക്സ പള്ളിയിൽ പ്രാർത്ഥന നടത്തി ഇസ്രായേൽ മന്ത്രി. ഗാസ പിടിച്ചെടുക്കണമെന്നും ആവശ്യം. ശക്തമായ പ്രതിഷേധം. ജൂതന്മാർക്ക് ആരാധന വിലക്കുന്ന കരാർ നിലനിൽക്കെ ജെറുസലേമിലെ അൽ-അക്സ പള്ളിയിൽ പ്രാർത്ഥന നടത്തിയ ഇസ്രായേൽ മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം. ജോർദാൻ, സൗദി അറേബ്യ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഇസ്രായേൽ നടപടിക്കെതിരെ രംഗത്തെത്തി. ഗാസ പിടിച്ചെടുക്കണമെന്നും ആവശ്യം. വേനൽക്കാലത്ത് തൊഴിലാളികൾക്ക് ആശ്വാസമായി സൂഖ് ഫാത്തിമ ബിൻ മുബാറക്. രാഷ്ട്രമാതാവ് ഹെർ ഹൈനസ് ഷെയ്ഖ ഫാത്തിമ ബിൻ മുബാറക്കിന്റെ നിർദ്ദേശപ്രകാരം ജനറൽ വിമൻസ് യൂണിയൻ സൂഖ് ഫാത്തിമ ബിൻ മുബാറക് എന്ന പദ്ധതിക്ക് തുടർച്ച വരുന്നു. വേനൽക്കാലത്ത് സമൂഹത്തിലെ ഐക്യം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 5ാം ദിനം ഇന്ത്യക്ക് നാടകീയ വിജയം. സിറാജിന് 5 വിക്കറ്റ്. ഇംഗ്ലണ്ടിനെ 367 റൺസിൽ ഓൾ ഔട്ടാക്കി ഇന്ത്യ. ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. This news brought to you by Lucky Center and Lucky Department Store, Ajjuman.